നമസ്കാരം. ഓം 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 സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണി നമോസ്തുതേ. ഓം മഹാദേവ്യൈ നമഃ. ശ്രീമദ് ദേവി ഭാഗവതം ദ്വിതീയ സ്കന്ധം അധ്യായം 4. 55 ശ്ലോകങ്ങൾ പാരായണം ചെയ്തിരുന്നു. ശന്തനു മഹാരാജാവ് ഗംഗാദേവിയെ വിവാഹം ചെയ്ത് അതിൽ ഒരു പുത്രൻ ജനിച്ച കഥയൊക്കെയാണല്ലോ പറഞ്ഞുകൊണ്ടിരുന്നത്. ആ പുത്രനെ എടുത്തും കൊണ്ട് ഗംഗാദേവി ശന്തനുവിൻ്റെ അടുത്ത് നിന്നും പോയി. ശന്തനു മഹാരാജാവ് തൻ്റെ പ്രതിജ്ഞ തെറ്റിച്ചതുകൊണ്ടാണ് ഗംഗ അങ്ങനെ ചെയ്തത്. ശന്തനു മഹാരാജാവ് വളരെ ദുഃഖിതനായി തീർന്നു. എങ്കിലും ഒരു ദിവസം അദ്ദേഹം വേട്ടയാടാൻ വനത്തിൽ പോയപ്പോൾ ഒരു മനോഹരനായ കുമാരനെ കണ്ടു. അവനെ കണ്ടിട്ട് രാജാവ് വളരെയധികം അതിശയിച്ചു. ഇത് തൻ്റെ പുത്രനാണോ അല്ലയോ എന്ന ഓർമ്മയൊന്നും രാജാവിനപ്പോൾ ഉണ്ടായില്ല. പക്ഷേ അവന് സാധാരണമല്ലാത്ത പ്രകൃതമാണ് കണ്ടത്. അവൻ്റെ കർമ്മവും ബാണങ്ങൾ പ്രയോഗിക്കുന്നതിലുള്ള സാമർഥ്യവും അതുല്യമായ അറിവുമൊക്കെ കണ്ടിട്ട് രാജാവ് അവനോട് ചോദിച്ചു, കുഞ്ഞെ, നീ ആരുടെ മകനാണ് എന്ന്. അപ്പോൾ ആ കൊച്ചു വീരനൊന്നും പറയാതെ അപ്രത്യക്ഷനായി തീർന്നു. അപ്പോൾ ഇതിൻ്റെ വാസ്തവം അറിയാൻ വേണ്ടി രാജാവ് ഏകാഗ്രചിത്തനായി ഗംഗയെ വീണ്ടും സ്തുതിച്ചു. ഇതിനു മുൻപേ വന്നതുപോലെ തന്നെ സുന്ദരിയായ ഗംഗ അദ്ദേഹത്തിന് ദർശനം അരുളുകയും ചെയ്തു. അപ്പോൾ സുന്ദരിയായ ഗംഗയോട് രാജാവ് ചോദിച്ചത്, ഇവിടെ നിന്നിപ്പോൾ പോയ ബാലൻ ആരാണ്? ഉടനെ അവനെ എനിക്ക് കാണിച്ചു തരിക എന്നാണ് ഗംഗയോട് അപേക്ഷിച്ചത്. അപ്പോൾ ഗംഗാദേവി എന്താണ് മറുപടി പറയുന്നതെന്ന് നോക്കാം. ശ്ലോകം 56. ഗംഗോവാച: പുത്രോയം തവ രാജേന്ദ്ര രക്ഷിതശ്ചഷ്ടമോ വസുഃ ദദാമി തവ ഹസ്തേ തു ഗംഗേയോയം മഹാതപാഃ. രാജാവേ, ഇവൻ അങ്ങയുടെ പുത്രനാണ്. ഞാൻ രക്ഷിച്ചു വളർത്തിയ 8ാമത്തെ വസു. ഞാനിവനെ അങ്ങയുടെ കയ്യിൽ ഏൽപ്പിക്കാം. ഈ ഗാംഗേയൻ മഹാതപസ്വിയാണ്. ശ്ലോകം 57. കീർത്തികർത്താകുലസ്യ ഭവതാ തവ സുവ്രത പഠിതസ്ത്വഖിലാൻ വേദാൻ ധനുർവേദം ച ശാശ്വതം. ഹേ സുവ്രത, ഇവൻ അങ്ങയുടെ വംശത്തിൻ്റെ കീർത്തി വർദ്ധിപ്പിക്കുന്നവനായി തീരും. സകല വേദങ്ങളും ഇവൻ പഠിച്ചിട്ടുണ്ട്, ശാശ്വതമായ ധനുർവേദവും. ശ്ലോകം 58. വസിഷ്ഠ്യാശ്രമേ ദിവ്യേ സംസ്ഥിതോയം സുതസ്തവ സർവവിദ്യാവിധാനജ്ഞ സർവാർത്ഥ കുശലശുചിഃ. അങ്ങയുടെ ഈ പുത്രൻ വസിഷ്ഠ മഹർഷിയുടെ ആശ്രമത്തിലാണ് പാർക്കുന്നത്. സകല വിദ്യകളും പഠിച്ചു കഴിഞ്ഞു. എല്ലാ വിഷയങ്ങളിലും സമർത്ഥനും നിർമ്മലനുമാണ്. ശ്ലോകം 59. യദ്വേദ ജാമദഗ്ന്യോസൗ തദ്വോദായാം സുതസ്തവ ഗൃഹാണ ഗച്ഛ രാജേന്ദ്ര സുഖീ ഭവ നരാധിപഃ. ജമദഗ്നിക്ക് എത്ര ജ്ഞാനമുണ്ടോ അത്രയും ഇവനുമുണ്ട്. ഇവനെ കൈക്കൊണ്ട് അങ്ങ് പൊയ്ക്കൊള്ളുക, സുഖിയായി വാഴുക. ശ്ലോകം 60. ഇത്യുക്താന്തർദധേ ഗംഗാ ദത്വാ പുത്രം നൃപായ വൈ നൃപതിസ്തു മുദായുക്തോ ബിഭൂവാതി സുഖാന്വിതഃ. എന്ന് പറഞ്ഞുകൊണ്ട് പുത്രനെ നൽകിയിട്ട് ഗംഗ അന്തർധാനം ചെയ്തു. രാജാവ് സന്തുഷ്ടനും അതീവ സുഖിയുമായി തീർന്നു. ശ്ലോകം 61.
സമാലിംഗ്യസുതം രാജാ സമാഘ്രായ ചമസ്തകം സമാരോപ്യ രഥേ പുത്രം സുപുരം ച പ്രജക്രമേ. ആ രാജാവ് മകനെ മുറുകെ പുണർന്നു, നെറുകയിൽ ചുംബിച്ചു, രഥത്തിൽ കയറ്റി തൻ്റെ കൊട്ടാരത്തിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തു. ശ്ലോകം 62. ഗത്വാ ഗജാഹ്വയം രാജാ ചകാരോത്സവമുത്തമം ദൈവജ്ഞം ച സമാഹൂയ പപ്രച്ഛ ശുഭം ദിനം. ഹസ്തിനാപുരത്തിലെത്തിയ അദ്ദേഹം പുത്രോത്സവം കൊണ്ടാടി. ദൈവജ്ഞനെ വിളിച്ച് ശുഭദിനം അന്വേഷിച്ചു. ശ്ലോകം 63. സമാഹൂയ പ്രജാ സർവ സജീവാൻ സർവശുഭാൻ യൗവരാജ്യേധ ഗംഗേയം സ്ഥാപയാമാസ പാർത്ഥിവ. എല്ലാ പ്രജകളെയും എല്ലാ വിധത്തിലും യോഗ്യന്മാരായ മന്ത്രിമാരെയും വിളിച്ചു വരുത്തി ഗാംഗേയനെ യുവരാജാവായി രാജാവ് അഭിഷേകം ചെയ്തു. ശ്ലോകം 64. കൃത്വാതം യുവരാജാനാം പുത്രം സർവഗുണാന്വിതം സുഖമാസ സധർമാത്മാ ന സസ്മാരജാന്നവിം. സർവഗുണങ്ങളും തികഞ്ഞ പുത്രനെ യുവരാജാവാക്കിയ ധർമാത്മാവ് സന്തുഷ്ടനായി തീർന്നു, ഗംഗയെ സ്മരിച്ചുമില്ല. 64 ശ്ലോകങ്ങളാണ് പാരായണം ചെയ്തത്.